പ്രതീക്ഷകളെ എങ്ങനെ വളർത്താം? എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ അറിവുകൾ നേടുന്നത് ജീവിതത്തിൽ നമുക്കുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിപ്പിക്കും. പുതിയവ അങ്ങനെ പഠിക്കുവാനും പരീക്ഷിച്ചു നോക്കി അതിൽ വിജയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ വളരും. പ്രതീക്ഷകളെ എങ്ങനെ നമ്മൾ വളർത്തും? ആദ്യം ചെറിയ ചെറിയ വിജയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വലിയ കാര്യങ്ങളിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് ജീവിച്ചാൽ അത് നമ്മളെ ക്ഷീണിപ്പിക്കും. ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചാൽ പോലും അത് പ്രതീക്ഷയുടെ മധുരം അത് നമുക്ക് നൽകും. ഇന്നലേക്കാൾ കൂടുതൽ മുന്നോട്ട് പോയി ഒരു പ്രശ്നം ഇന്ന് കൈകാര്യം ചെയ്തു. ഇതെല്ലാം പ്രതീക്ഷ വളർത്തുന്ന ഘടകങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ പ്രതീക്ഷയെ വളർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യും. അതുകൊണ്ടാണ് പുതിയ പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുന്നതാണ് നല്ലതെന്ന് പൂർവികർ പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തനം ഒന്നും ചെയ്യാതെ ഫലം മാത്രം കാത്തിരിക്കുന്നത് യാഥാർത്ഥ്യം കാണാതെ നിൽക്കുന്നതും, തെളിവുകൾ മാത്രം നമ്മൾ എതിർക്കുമ്പോഴും മാറ്റമില്ലാതെ ഇരിക്കുമ്പോഴും പ്രതീക്ഷയല്ലാതായിരിക്കും. അത് വെറും ഭ്രമം മാത്രമായിരിക്കാം. പ്രതീക്ഷയെ കൂടുതൽ ശക്തിയായി പിടിച്ചു നിർത്തേണ്ടത് പല ശ്രമങ്ങൾക്ക് ശേഷവും ഫലം കിട്ടാതെയാകുമ്പോൾ അത് പഠിക്കുവാനുള്ള സമയം വളരെ കൂടുതൽ നീളുമ്പോഴും വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോഴുമാണ് നമ്മൾ പ്രതീക്ഷകളെ പിടിച്ചു നിർത്തേണ്ടത്. കാരണം എന്താണെന്നോ? ജീവിതത്തിലെ ഏറ്റവും വലിയ ഫലങ്ങൾ ലഭിക്കുവാൻ വളരെയധികം സമയമെടുക്കും. വിത്ത് മുളയ്ക്കുവാൻ സമയം വേണ്ട പോലെ വേണം. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഫലം ലഭിക്കുവാൻ സമയം ഒരുപാടെടുക്കും. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. പ്രതീക്ഷ അസ്ഥാനത്താകാതെ ഇരിക്കാൻ എപ്പോഴും നമ്മൾ യാഥാർത്ഥ്യം പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്വയം ചോദിക്കുക, ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിന് തെളിവുകളുണ്ടോ? അതിനായി എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഒരു വഴി ഉണ്ടെങ്കിൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. അത് തകർന്നാൽ എല്ലാം തകരും. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പല രീതികൾ ഉണ്ടായിരിക്കണം. പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഒരാൾ നമുക്കൊരു കാര്യം ചെയ്തു തന്നില്ല എങ്കിൽ അതേ കാര്യം നേടിയെടുക്കാൻ മറ്റൊരാളുടെ സഹായത്തോടു കൂടി നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് ആ കാര്യം നമ്മൾ നേടിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ സാധ്യതകൾ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ മനസ്സ് കൂടുതൽ ശാന്തമാവുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു സമയപരിധി നിശ്ചയിക്കണം. അത് സാധ്യതകൾ നമ്മളെ വർദ്ധിപ്പിക്കും. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതീക്ഷകൾ മാത്രം പോരാ, പ്രതീക്ഷയോടെ അച്ചടക്കത്തോടു കൂടിയുള്ള പ്രവർത്തനം വേണം. അത് ദീർഘകാല പ്രവർത്തനം വേണം. എന്തും നേടിയെടുക്കാൻ നല്ല ക്ഷമ വേണം. യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള പഠനവും വേണം. പ്രതീക്ഷ എന്നത് ഇപ്പോൾ മുഴുവൻ കാണുന്നില്ല, പക്ഷേ അടുത്ത പടി വയ്ക്കാൻ വെളിച്ചം വേണ്ടുവോളമുണ്ട് എന്ന് തീരുമാനിക്കുന്ന ശക്തിയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോകാതിരിക്കാൻ എന്തു ചെയ്യുന്നുവെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. പ്രതീക്ഷകളെ വളർത്തുക എന്നതുകൊണ്ട് ഭാവിയെ വിശ്വസിക്കുന്നതിലുപരി സ്വന്തം ശ്രമങ്ങൾക്കും വളർച്ചയ്ക്കും അവസരം നൽകുക കൂടിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.